നമ്മൾ ഇഷ്കെമിക് ഹാർട്ട് ഡിസീസ് എന്തൊക്കെയാണ് ആൻഡ് സഡനും ഗ്രാജുവലായിട്ടുള്ള ഡിഫറെൻറ്റ് ഇഷ്കെമിക് ഹാർട്ട് ഡിസീസസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ സംസാരിച്ചു. ആൻഡ് വി ഓൾസോ സ്പോക്ക് ദാറ്റ് കൊറോണറി ആർട്ടറി bypass graft CABG is the best option for the greatest survival rate. സോ ഇനി ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാതെ വന്ന് അത് കോംപ്ലിക്കേറ്റഡ് ആകുവാണെന്നുണ്ടെങ്കിൽ ഇൻ ഇഷ്കെമിക് ഹാർട്ട് ഡിസീസ് IHD what all are the complications that we could possibly see. The first complication will be the disorders of cardiac rhythms. That is, your heart is beating in a normal rhythm. ആ ഒരു പേസിന് ഒരു ഡിസ്റപ്ഷൻ വന്നിട്ട് അരിത്മിയാസ് വരുന്നതിനാണ്. ദാറ്റ് ഈസ് ഡിസോർഡർ ഓഫ് കാർഡിയാക് റിതം ഇസ് വൺ ഓഫ് ദി കോംപ്ലിക്കേഷൻസ് ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ IHD. ഹാർട്ട് ബ്ലോക്സ് കാണാനായിട്ട് സാധ്യതയുണ്ട് ആൻഡ് ഹാർട്ട് റപ്ചേഴ്സ് ആൻഡ് ഇത് കാരണമുള്ള കാർഡിയക് ഫെയിലിയർ. നൗ വാട്ട് ആർ ഹൗ ഇസ് കാർഡിയക് അരിത്മിയാസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഓഫ് കാർഡിയക് റിതംസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പം ഒരു ഹാർട്ടിൽ ഇഷ്കീമിയ ഉണ്ടായി ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇൻഫാക്ഷൻ നടക്കുകയാണ്. ദാറ്റ് ഇസ് ദ മസിൽസ് ആർ ഗെറ്റിംഗ് ഡെഡ്. സോ ആ കാർഡിയക് മസിൽസിൻ്റെ ആക്റ്റീവ് പ്രോപ്പർട്ടി, അവരുടെ കോൺട്രാക്റ്റൈൽ ടിഷ്യൂ പ്രോപ്പർട്ടിയും ആൻഡ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയും ആ ഏരിയയിൽ അങ്ങ് ടോട്ടലി അബ്രപ്റ്റായിട്ട് കട്ടായി പോകുവാണ്. സോ ഈ ഒരു ഇഷ്കീമിയ വന്ന് ഇൻഫാക്ഷൻ സെൽസ് ഡെഡായി വരുമ്പം അതിൻ്റെ ഫങ്ഷൻ ടോട്ടലി പോകുമ്പം this is going to result in disruption of the smooth transmission of impulses on the contraction of your atria and ventricle muscles that and this will produce arrhythmias. ഈ മസിലിൻ്റെ പ്രോപ്പർട്ടി മൊത്തം പോകുമ്പോൾ ആ ഇമ്പൾസസ് കറക്റ്റായിട്ട് എന്തുവാ റിതമിക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റാണ്ട് വന്നിട്ടാണ് ഈ കാർഡിയാക് arrhythmias ഉണ്ടാവുന്നത്. Now the second complication is heart ബ്ലോക്സ്. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് 4 തരമാണുള്ളത്. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്, തേർഡ് ഡിഗ്രി ആൻഡ് ഫോർത്ത് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ഇനിയും ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? SA നോഡിൽ നിന്നും AV നോഡിൽ നിന്നും ഒരു ഡിസ്റപ്ഷൻ വരുവാണ്. ഇമ്പൾസസ് കറക്റ്റായിട്ട് SA നിന്ന് AVയിലോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ദി ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് AV നോഡിൽ നിന്ന് ബണ്ടിലോട്ട് പോകുന്നതിൽ ഒരു ഡിസ്റപ്ഷൻ വരുവാണെങ്കിൽ ഇറ്റ് ഇസ് എ സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ആൻഡ് ബണ്ടിൽ ഓഫ് ഹിസ്സിൽ ഒരു ഡിസ്റപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ആ ബണ്ടിൽ ഓഫ് ഹിസ്സിലെ ഡിസ്റപ്ഷൻ ഇസ് കോൾഡ് ആസ് ദി തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ആൻഡ് ദി ഫോർത്ത് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ഇസ് ദി പെർക്കജൻ ഫൈബേഴ്സിലെ ഹാർട്ട് ബ്ലോക്ക്. ആ പെർക്കജൻ ഫൈബേഴ്സ് റൈറ്റ് എന്തുവാ പെർക്കജൻ ഫൈബർ ആയിരിക്കാം അല്ലെങ്കിൽ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ആയിരിക്കാം. ഏതെങ്കിലും റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചോ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിനോ എന്തുവാണ് ഡിസ്റപ്ഷനാണ് വരുന്നത് ആൻഡ് കറക്റ്റായിട്ട് ഇമ്പൾസസ് അതുവഴിയാണ് പാസ് ചെയ്യാണ്ട് ഒരു ഡിസ്റപ്ഷൻ വരുന്നതെങ്കിൽ ബോത്ത് ദ റൈറ്റ് ബണ്ടിൽ ഓർ ദി ലെഫ്റ്റ് ബണ്ടിൽ ഈസ് കൺസിഡേർഡ് ആസ് യുവർ ഫോർത്ത് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. ഇനി ഇതെങ്ങനെയാണ് ഈ ഒരു ബ്രേക്ക് ഫ്രം ഇറ്റ്സ് റിതം, ആ ഒരു SA നോഡിൽ നിന്ന് AV നോഡിലോട്ട് പോകുന്ന ആ പാത്വേയിൽ ഒരു ഡിസ്റപ്ഷൻ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഹാർട്ട് സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറീസ് സപ്ലൈ ചെയ്യുന്നത് ഇൻറ്റർ വെൻട്രിക്കുലർ സെപ്റ്റവും ഏട്രിയവും വെൻട്രിക്കിൾസിനെ എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഈ സപ്ലൈക്ക് എന്തുവാ ഒരു ഡിസ്റപ്ഷൻ വരുമ്പം ഈ ഏരിയാസിൽ ഇൻറ്റർ വെൻട്രിക്കുലർ സെപ്റ്റവും ഏട്രിയവും വെൻട്രിക്കിളിലുമായിരിക്കും ഒരു ഇഷ്കീമിയ വന്ന് ഇൻഫാക്ഷൻ വരാനായിട്ട് സാധ്യത. ദോസ് ആർ ദ സൈറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് വെയർ ദീസ് ഇൻഫാക്ഷൻസ് ക്യാൻ occur. അന്നേരം impulses traveling through that muscle tissue of the right atrium from SA node to AV node may result in infarction which causes interruption partially or completely. അവിടെ അന്നേരം it will be first degree or second degree ബ്ലോക്ക് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി impulses transmitted by the atrioventricular bundle AV bundle of Hissel ആണ് ഡിസ്റപ്ഷൻ വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഡ്യൂ ടു ദി ഇൻഫാക്ഷൻ ഓഫ് ദി ഇൻറ്റർവെൻട്രിക്കുലർ സെപ്റ്റം. ദറ്റ് ഇസ് ആർട്ടറീസ് ദാറ്റ് ആർ സപ്ലൈങ് ദി ഇൻറ്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ ആ മസിലിന് എന്തുവാ ഇൻഫാക്ഷൻ നടന്നിട്ട് ആയിരിക്കും ഈ AV ബണ്ടിൽ അല്ലെങ്കിൽ AV ബണ്ടിലിൻ്റെ എന്തുവാ ട്രാൻസ്മിഷൻ്റെ ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നത്.
So ഇങ്ങനത്തെ disruption of impulses they are called as heart blocks, and the result is that the ventricles contract independently. എസ് ഐ നോഡിൽ നിന്ന് വരാനുള്ളത് വരാതെ വരുമ്പോൾ പിന്നെ വെൻട്രിക്കിൾസ് തന്നെ ടേക്ക് ഓവർ ചെയ്ത് ദേ വിൽ കോൺട്രാക്ട് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദി ഏട്രിയനെ കട്ട് ഓഫ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും when the SA node is not controlling the heart and that is getting impaired due to any infarction. So this is the second complication.